മുനമ്പത്ത് കുടിയൊഴിക്കപ്പെടുന്ന സഹോദരങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ബി.ജെ.പി. നാട്യ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്പയാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തിവന്നിരുന്ന ഉപവാസ സമരം സമാപിച്ചു. ഉപവാസ സമരത്തിന്റെ സമാപന സമ്മേളനം ബി.ജെ.പി. ജില്ലാ ജനറൽ സെക്രട്ടറി ജസ്റ്റിൻ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഇ.പി. ഹരീഷ് മാസ്റ്റർ അധ്യക്ഷനായി. മണ്ഡലം സെക്രട്ടറി ലാൽ ഊണുങ്ങൽ, ജനറൽ സെക്രട്ടറി എ.കെ. ചന്ദ്രശേഖരൻ, യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷൈൻ നെടിയിരിപ്പിൽ, അൻമോൽ മോത്തി, ബി.ഡി.ജി.എസ് സംസ്ഥാന സമിതി അംഗം ഉണ്ണികൃഷ്ണൻ തൃഷ്ണാത്ത്, ജില്ലാ പ്രസിഡന്റ് അതുല്യ ഘോഷ്, ബി.ജെ.പി. മത്സ്യത്തൊഴിലാളി സെൽ ജില്ലാ കൺവീനർ ജോഷി ബ്ലാങ്ങാട്ട്, ബി.ജെ.പി. മണ്ഡലം കമ്മിറ്റി അംഗം കൃഷ്ണനുണ്ണി, ബി.ഡി.ജെ.എസ് മണ്ഡലം പ്രസിഡന്റ് അക്ഷയ് എസ് കൃഷ്ണ, ബഗീഷ് പൂരാടൻ, രശ്മി ഷിജോ, എൻ.എസ്. സുഗതൻ, ഗോകുൽ കരിപ്പിള്ളി, പി.വി. സെന്തിൽകുമാർ, സുരേഷ് ഇയാനി, ഷാജി ആലുങ്ങൽ, അനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി. കഴിഞ്ഞ ദിവസം കേരളത്തിൽ 3 ഉപതെരഞ്ഞെടുപ്പുകൾ പൂർത്തിയായി. അതിന്റെ ഫലം വന്നു. പാലക്കാടും ചേലക്കരയും വയനാട് ലോക്സഭയും ആ ഉപതെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് നമ്മളെല്ലാം കണ്ടു. ഭാരതീയ ജനതാ പാർട്ടി തൃശൂർ ജില്ലയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി അഴിച്ചുവിട്ട ആകാശത്തെ തടഞ്ഞു നിർത്തുവാൻ ഇപ്പോഴും ഇടതുമുന്നണിക്കും വലതുമുന്നണിക്കും സാധ്യതയില്ലാത്ത വിധത്തിൽ ഒരു സി ഗ്രേഡ് മണ്ഡലത്തിൽ പോലും ഭാരതീയ ജനതാ പാർട്ടി ചേലക്കര നിയോജക മണ്ഡലത്തിൽ 10,000-ഓളം വോട്ട് വർദ്ധിപ്പിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രസക്തി തൃശൂർ ജില്ലയിൽ എന്താണെന്ന് തെളിയിച്ചിരിക്കുകയാണ്.